നമസ്കാരം. ഇന്നലെ പിണറായി വിജയന്റെ വീടും അതേപോലെ റിയാസിന്റെ വീടും, പിണറായി വിജയന്റെ തിരുവനന്തപുരത്തും കണ്ണൂരുള്ള വീടുകൾ, റിയാസിന്റെ കോഴിക്കോട് വീട്, ഈ സ്ഥലങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടകൾ സംഘടിച്ച് ആയുധങ്ങളുമായി എത്തി അവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ചത് ഇഡിയും വിഡിയും മോഡിയും ഞങ്ങൾക്ക് പുല്ലാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇതാക്കിയത്. ഇതെല്ലാം ഉണ്ടാക്കിയത്, ഇന്നലത്തെ റെയ്ഡെല്ലാം ഉണ്ടായതിന് കാരണം മിനിഞ്ഞാന്ന് പ്രധാനമന്ത്രിയെ വി.ഡി. സതീശൻ കാണുകയും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കാണുകയും അതിന് തൊട്ടടുത്ത ദിവസമാണ് ഈ റെയ്ഡ് നടന്നത്. അതുകൊണ്ട് വി.ഡി. സതീശന്റെ ആവശ്യപ്രകാരമാണ് ഇപ്പോൾ റെയ്ഡ് നടന്നത് എന്നാണ് ഇന്നലെ CPM-ന്റെ നേതാക്കന്മാർ പ്രസംഗിച്ച് പ്രചരിപ്പിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് പ്രധാന മുദ്രാവാക്യമായിട്ട് തിരുവനന്തപുരത്തും എറണാകുളത്തും അതേപോലെ എല്ലായിടത്തും ഒരു കേരളം മുഴുവൻ പ്രകടനങ്ങൾ നടത്തിയല്ലോ. അതിൽ പ്രകടനത്തിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞാൽ ഈ 3 പേരും കൂടി ചേർന്ന് ഒത്തുചേർന്നിരിക്കുകയാണ്. വി.ഡി. സതീശന്റെ ഡൽഹി സന്ദർശനത്തിൽ ആദ്യ സന്ദർശനത്തിൽ തന്നെ ചെന്നവിടെ തന്നെ പിറ്റേ ദിവസം റെയ്ഡ് നടന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചിട്ട് അങ്ങേക്ക് എന്താ? ഒന്ന്, ഇപ്പോൾ വി.ഡി. സതീശൻ അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഹൈക്കോടതിയിൽ ഒരു കേസ് നടക്കുമായിരുന്നു, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന്റെ അപ്പോൾ ആ കേസ് വിഡ്രോ ചെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെ തള്ളിയതിന്റെ പിറ്റേ ദിവസം തന്നെ ഇവിടെ റെയ്ഡ് നടക്കുകയാണ്. അപ്പോൾ ഇ ഡി ഒരു അവസരം നോക്കിയിരിക്കുകയാണ്. പിന്നെ തിരുവനന്തപുരത്തെ പത്രക്കാർ പറയുന്നത് ഇങ്ങനെ അങ്ങോട്ട് വാടക വീട്ടിലേക്ക് മാറിയപ്പോൾ തൊട്ട്, കുടുംബസഹിതം വാടക വീട്ടിലേക്ക് മാറിയപ്പോൾ തൊട്ട് ആ വീടും അതിൻ്റെ പരിസരവും അങ്ങോട്ടുള്ള ഇൻകമിംഗ് കോൾ ഔട്ട് ഗോയിങ് കോൾ തുടങ്ങി അങ്ങോട്ട് ആരൊക്കെ വിസിറ്റേഴ്സ് ഇത്തരം കാര്യങ്ങൾ ഇ ഡി കൃത്യമായി ശേഖരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ ഇപ്പോഴല്ല, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കുടുംബസമേതം അങ്ങോട്ട് മാറി വാടക വീട്ടിൽ. അപ്പോൾ അവിടെ തൊട്ട് തന്നെ ഇദ്ദേഹത്തെ മോണിറ്റർ ചെയ്യുകയാണ്. അതിനൊക്കെ ശേഷമാണ് ഇവിടെ വി.ഡി. സതീശൻ്റെ ഡൽഹിക്ക് പോകുന്നതും സംസാരിക്കുന്നതൊക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം, സതീശൻ ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ്. ഇതൊരു സജീവമായ കേസാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഈ കേസ് മാത്രം 31 പ്രാവശ്യം മാറ്റിവെച്ച കേസാണിത് ഡൽഹി ഹൈക്കോടതി. അത് ജുഡീഷ്യറിയുടെ തന്നെ വിശ്വസനീയത കളയും. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഉണ്ടാകരുത്, അത് പെട്ടെന്ന് അന്വേഷിച്ചൊരു തീരുമാനം ഉണ്ടാകണമെന്ന് പറയുക എന്നുള്ളതല്ലേ മുഖ്യമന്ത്രിയുടെ ധർമ്മം. അതൊക്കെ അന്വേഷിക്കണം എന്ന് പറയുക, അന്വേഷിക്കരുത് എന്ന് പറയുകയാണ്. അല്ല, ഇത് കേന്ദ്ര എൻഫോഴ്സ്മെന്റുമായി ബന്ധപ്പെട്ട കേസിൽ വി.ഡി. സതീശൻ പോയി പറഞ്ഞാൽ പ്രധാനമന്ത്രി കേൾക്കും എന്നാണ് ആര് പറയുന്നത്? CPM-കാർ പറയുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പിണറായി വിജയൻ 10 വർഷമായിട്ട് പ്രധാനമന്ത്രിയെ ചെന്ന് കാണുകയും സമ്മാനങ്ങൾ കൊടുക്കുകയും ആഭ്യന്തരമന്ത്രി വീട്ടിൽ പോവുകയും ഒക്കെ ചെയ്ത് എന്തിനായിരിക്കും? ലാവലിംഗ് കേസ് ഉൾപ്പെടെ അത് മാറ്റിവെക്കുകയും ചെയ്യുന്നു തുടർച്ചയായിട്ട്. അതെ. അപ്പൊ ലാവലിംഗ് കേസ് മാറ്റിവെക്കുന്ന ഓരോ പ്രാവശ്യം അതിനു മുമ്പ് പിണറായി വിജയനോ ആരെങ്കിലും പോയിട്ടുണ്ടോന്ന് വിചാരിക്കും. അല്ല, പോവല്ല. സ്ഥിരമായിട്ട് പ്രധാനമന്ത്രിയെയും അതേപോലെ ആഭ്യന്തരമന്ത്രിയെയും കാണുകയും ഗഡ്കരിയുടെ വീട്ടിൽ പോവുകയും ഒക്കെ ചെയ്തത് എന്തിനാണ്? ഇപ്പൊ വളരെ വ്യക്തമാണ്. അവർ മുമ്പ് പോയിട്ടുള്ളത് പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയും മകനെതിരെയുമുള്ള കേസുകൾ നിർജീവമാക്കി വെക്കുക, അത് ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുക, അത് ഇവർ തമ്മിലുള്ള ധാരണയായിരുന്നു എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് സമ്മതിക്കുകയാണ്. വി.ഡിയുടെ നെഞ്ചത്ത് ചവിട്ടി ഇപ്പോൾ പിണറായി വിജയനും സംഘവും കളിക്കുന്നത്. പിന്നെ ഇന്നലെ പ്രത്യേകിച്ച് പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? രാഹുൽ ഗാന്ധിനെ കുറ്റം പറയുന്നത്. മോദിയും ആഭ്യന്തരമന്ത്രിയും കമാന്ന് രക്ഷാൻ വേണ്ടിയിട്ടില്ല. അതെന്തുകൊണ്ടാണ് വേണ്ടാത്തത്? ഇത്രയും കാലം സംരക്ഷിച്ചതിനുള്ള നന്ദിയാണ്. ഇത്രയും കാലം സംരക്ഷിച്ചതിനുള്ള നന്ദിയാണ്. അതായത് 10 വർഷക്കാലം ലാവലിംഗ് കേസിൽ അട്ടിമറിക്കാനും നയതന്ത്ര ബാഗേജ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഇതുവരെ നടപടി ഇല്ലാതിരിക്കാനും അതേപോലെ നമ്മുടെ ലൈഫ് മിഷൻ കേസിൽ ഇന്നേ വരെ ഇന്നൊരു തീരുമാനം എടുത്താൽ ആ ദിവസം പിണറായിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അത്രയും കൃത്യമായുള്ള രേഖയാണ്. അതായത് റെഡ് ക്രസന്റ് എന്ന് പറയുന്ന UAE-യിലെ സന്നദ്ധ സംഘടന കേരളത്തിലെ ലൈഫ് മിഷൻ എന്ന് പറയുന്ന വടക്കാഞ്ചേരിയിലെ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീടുണ്ടാക്കാൻ വേണ്ടി കൊടുത്ത 19 കോടി രൂപ, അത് ലൈഫ് മിഷന്റെ അക്കൗണ്ടിലേക്കാണ് വരേണ്ടത്. പക്ഷേ അത് മാറ്റി യൂണിടെക് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് മാറ്റി 9 കോടി രൂപ അടിച്ചു മാറ്റി. അതിന് ഉത്തരവിട്ടതാരാ? പിണറായി വിജയൻ ചെയർമാൻ. വേറെ ഒന്നും വേണ്ട. ശിവശങ്കരനെ അറസ്റ്റ് ചെയ്തു, സ്വപ്ന സുരേഷ് അറസ്റ്റ്. എന്തുകൊണ്ട് പിണറായി വിജയനെ ഇതുവരെ ചോദ്യം ചെയ്തില്ല? മറ്റേ ഇതെടുക്കാം, നയതന്ത്ര സ്വർണ്ണ കള്ളക്കടത്ത്, അതിലെ ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തു, സ്വപ്ന സുരേഷിനെ അറസ്റ്റ് ചെയ്തു. അതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇതൊക്കെ പ്രവർത്തിച്ചത് എന്ന് ആരാ പറഞ്ഞത്? പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയാ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇതുവരെ ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിക്കാത്തത്? അപ്പൊ ഈ സ്വപ്ന സുരേഷിനെ നിയമിച്ചതാരാ?
പിണറായി വിജയനാണ്. പിണറായി വിജയൻ ശിവശങ്കർ വഴി ഇത്ര ഇടപാടുകൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇത്രയും വിവരങ്ങളും അല്ല, അന്നത്തെ ശിവശങ്കറിന്റെ ഒരു ക്രൂഷ്യലായുള്ള സ്റ്റേറ്റ്മെന്റ്, ഞാനൊരു ടിഷ്യൂ പേപ്പറിൽ കൊടുത്ത് എൻ്റെ എഴുതി കൊടുത്താലും പിണറായി വിജയൻ ഒപ്പിടുമെന്നാണ് പറഞ്ഞത്, മുഖ്യമന്ത്രി ഒപ്പിടുമെന്നാണ് പറഞ്ഞത്. അപ്പം പിണറായി വിജയൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അപ്പോസ്തലനായിട്ടിരുന്നു കൊണ്ട് നിങ്ങൾ എന്ത് വേണം ചെയ്തോ, എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയാൽ മതി, എനിക്കുള്ള ദക്ഷിണ, എനിക്കുള്ള പ്രസാദം എൻ്റെ വീട്ടിലെത്തിക്കണം. അതല്ല, പിണറായി വിജയൻ തന്നെ പ്ലാൻ ചെയ്ത് അവിടുന്ന് സാധനം വരണമെങ്കിൽ അവിടെ ആള് വേണ്ടേ? അവിടുന്ന് നയതന്ത്ര ബാഗേജിലൂടെ പിണറായി വിജയനാണല്ലോ അവിടുത്തെ ബന്ധങ്ങളും മറ്റുള്ള കാര്യങ്ങളും അത് എത്തിക്കാനുള്ള സംവിധാനത്തിന് മുമ്പ് ഇവിടെ UAE കോൺസുലേറ്റ് വർക്ക് ചെയ്തിട്ടുള്ള സ്വപ്ന സുരേഷിനെ തന്നെ തപ്പിയെടുത്ത് ഇവിടെ ജോലിക്ക് കൊണ്ടുവന്നു. ഗവൺമെന്റ് ചെലവിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥയായിട്ട് നിയമിച്ച് എന്നിട്ട് സ്വർണ്ണക്കള്ളക്കടത്തിനും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിച്ചു. ഇതാണുള്ള കേസ്. അപ്പൊ അതിൽ ഇന്നേ വരെ പിണറായി വിജയനെ തൊട്ടിട്ടുണ്ടോ? ഇല്ല. ഇനി മൂന്നാമത്തെ ഡോളർ കടത്തിയ കേസ്. ഇവിടെ 100 കോടിയോളം ഡോളർ എന്ന് പറഞ്ഞാൽ എത്ര റുപ്യയായി? 100 റുപ്യാണ് ഒരു ഡോളറിന് ഇപ്പോഴത്തെ വില. അപ്പൊ 100 കോടി ഡോളർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അപ്പൊ ആ 10,000 കോടി ഡോളർ, 10,000 കോടി രൂപ വിദേശത്തേക്ക് കടത്താൻ പിണറായി വിജയൻ ഒറ്റ പ്രാവശ്യം കടത്തിയതിന് പിണറായി വിജയൻ വരെ ഉപയോഗിച്ചു. അത് അവിടെ ചെക്ക് ചെയ്തപ്പോൾ, സ്കാൻ ചെയ്തപ്പോൾ ഡോളർ ആയിരുന്നു എന്ന് കണ്ടെത്തി. ഇന്ന് വരെ പിണറായി വിജയനെതിരെ ചോദ്യം ചെയ്തു, അതിൻ്റെ അകത്ത് എന്തെങ്കിലും നടപടി എടുത്തോ? ഇല്ല. ഇനി ലാവ്ലിൻ കേസ് എടുക്കാം. ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ 80 തവണയും മാറ്റിവെച്ചിരിക്കുകയാണ്. 9 വർഷം കഴിഞ്ഞു. 9 വർഷം കഴിഞ്ഞിട്ടും ഇതുവരെ ഇത്തരത്തിലുള്ള അഴിമതി കേസുകൾ എടുത്തില്ല എന്ന് പറയുന്നത് ചരിത്രത്തിലാദ്യമാണ്. സുപ്രീം കോടതിയുടെ ചീത്തപ്പേരുണ്ടാക്കുന്ന കാര്യമാണ്. ഇന്ന് ഞാനൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്, അഡ്വാൻസ് ചെയ്തെടുക്കാൻ വേണ്ടി. ഇന്ന് ഞാൻ അഡ്വക്കറ്റിനോട് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനാണല്ലോ ഡിഫാക്റ്റോ കംപ്ലൈന്റ്. അപ്പം അത് അപ്പോഴും അവിടെ ഇതുവരെ ആരായിരുന്നു ഇതിന് തടസ്സം നിന്നത്? CBIയുടെ പ്രോസിക്യൂട്ടർ ആയിരുന്നു. കാരണം അവരാണ് ഇത് മുൻകൈ എടുത്ത് തീർക്കേണ്ടത്, അവരാണ് അഡ്വാൻസ് ചെയ്യേണ്ടത്. പക്ഷെ അവര് തടസ്സം നിർത്തിയിരുന്നു. തുഷാർ മേത്ത അപ്പം ഇവര് തമ്മിൽ ധാരണയായിരുന്നു എന്ന് ഇപ്പൊ പരോക്ഷമായി സമ്മതിക്കുകയാണ്. ഇപ്പം ഇന്നലെ ബൈ ചാൻസ് നമ്മുടെ മിനിഞ്ഞാന്ന് VD സതീശൻ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ പോയി കാണുമ്പോൾ കണ്ട ഉടൻ തന്നെ ഇത് നടപടി എടുത്ത് VD സതീശാണ് ഇതിന്റെ ആളെന്ന് വരുത്തിച്ച് ഇവിടെ ഒരു നറേഷൻ ഉണ്ടാക്കുകയാണ് ഇപ്പം. കാരണം BJPയും VD സതീശനെ യോജിച്ചിരിക്കുന്നു. ഇവരാണ് എന്താണ് നമ്മുടെ VD സതീശൻ മേനോൻ VD സതീശനാണ് എന്ന് പറഞ്ഞ് ഒരു നറേഷൻ കൂടി സൃഷ്ടിക്കുകയാണ്. PK നായനാരായിരുന്നില്ലേ? EMS നമ്പൂരിപ്പാടായിരുന്നില്ലേ? അച്യുതമേനോൻ മേനോനായിരുന്നില്ലേ? അപ്പൊ ഇവരൊക്കെ ഇവിടെ ഭരിച്ചിരുന്നില്ലേ? അപ്പൊ അവര് ഭരിച്ച സമയത്ത് എന്താ നായനാരുടെ പേര് നായനാർന്ന് മാറ്റാഞ്ഞ്, നമ്പൂരിപ്പാടിന്റെ പേര് നമ്പൂരിപ്പാടെന്ന് മാറ്റാഞ്ഞ്? അപ്പൊ VD സതീശൻ സ്വന്തം പിതാവിന്റെ പേരെ പറഞ്ഞിട്ടുള്ളൂ. ദാമോദര മേനോൻ മകനാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മാറ്റാൻ പറ്റാത്തതാണ്. ഇതിനകത്ത് ഏറ്റവും വിചിത്രമായ കാര്യം, ഇദ്ദേഹം പിണറായി വിജയനും മോഡിയായിട്ട് ബന്ധമുണ്ട്, സ്വാധീനമുണ്ട്, അതിന് പല കഥകളും ഉപകഥകളും ഒക്കെ ഉണ്ട്. ഏറ്റവും ക്രിട്ടിക്കലായിട്ട് ക്രൂഷ്യലായിട്ടുള്ള കമൻറ്റ് ചില പത്രപ്രവർത്തകർ പറയുന്നത്, ഇപ്പോൾ ആനന്ദ് കൊച്ചിയിൽ ഇത് BJP ഗവൺമെൻറ്റിന് പുറത്തുള്ള രാഷ്ട്രീയ കക്ഷികളിൽ സഖ്യകക്ഷിയാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാകുമെന്ന ചോദ്യം വന്നപ്പം എല്ലാവരും ചാടിക്കറി ചന്ദ്രബാബു നായിഡുവിൻ്റെ പേര് പറഞ്ഞു, ആന്ധ്ര മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞു. പക്ഷെ അപ്പോൾ അതല്ല ശരി. ചന്ദ്രബാബു നായിഡുവിനേക്കാൾ ഘടകകക്ഷിയായ NDA ഘടകകക്ഷിയായ ചന്ദ്രബാബു നായിഡു, തെലുങ്ക് ദേശത്തിൻ്റെ ചന്ദ്രബാബു നായിഡുവിനേക്കാൾ സ്വാധീനം ഉള്ള മുഖ്യമന്ത്രി CPMൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ പ്രതിനിധിയായ പിണറായി വിജയനുണ്ടെന്നാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ 10 വർഷം ഒരു തരത്തിലുള്ള ഒരു കേസിലും തൊടാതെ പിണറായി വിജയനെ സംരക്ഷിച്ച BJP ഗവൺമെന്റ് കൃത്യമായിട്ട് കാണിച്ചിട്ടുള്ളത് എല്ലാ സ്റ്റേറ്റുകളിലും BJPക്കെതിരെ ഉള്ള ആളുകളെല്ലാം പിടിച്ചകത്താക്കുന്നത്. കെജ്രിവാൾ അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത സ്ഥലം നമുക്കറിയാം. മമത ഇപ്പൊ എല്ലാ മേഖലകളിലും. അങ്ങനെയുള്ള സ്ഥലത്ത് പിണറായി വിജയനെതിരെ യാതൊരു നടപടിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നടപടിക്കുള്ള കാരണമുണ്ടെന്ന് ഇത്രയും കാലമുള്ളത് 2020 കേസാണ്. ഈ ഇൻകം ടാക്സ് ഇതുണ്ടല്ലോ, സെറ്റിൽമെന്റ് ബോർഡിന്റെ തീരുമാനം 2020 ഇവർക്ക് പോയത്, എൻഫോഴ്സ്മെന്റ് പോയതാണ്. 6 വർഷമായി തൊട്ടിട്ടില്ല. അന്ന് അവർക്ക് പൊക്കിരുത്തുകൊണ്ടാവാൻ പറ്റും കൃത്യമായിട്ട്. ഇതേപോലെ ഈ ഓപ്പറേഷൻ അന്ന് അവർക്ക് നടത്താമായിരുന്നു. എന്തുകൊണ്ട് നടത്തിയില്ല? 6 വർഷമായിട്ട് അത് നീട്ടി കൊണ്ടുപോകുന്നു. അവസാനം ഷോൺ ജോർജ് കൊടുത്തൊരു പെറ്റീഷനിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഉത്തരവിട്ടത്. അല്ലാതെ അതുവരെ അനങ്ങിയിരുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ വിഷയത്തിൽ BJP തന്നെ 2 തരം കാഴ്ചപ്പാടുള്ളവരുണ്ട്.
നേരായ മാർഗത്തിൽ കാര്യമ്പോൾ ഇപ്പോൾ BJPക്ക് കുറച്ചുകൂടെ ഏതാനും സീറ്റോടെ ചിലപ്പോൾ കിട്ടിയേനെ. പിണറായി വിജയനെ അന്ധമായി സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒറ്റ പേര് കൊണ്ട് BJPക്ക് പോയ വോട്ടുകൾ ഒത്തിരി നഷ്ടപ്പെട്ടു. തിരുവനന്തപുരത്തൊക്കെ അത്ര വോട്ട് നഷ്ടപ്പെടാനുള്ള കാരണം പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്ന മോഡി എന്നുള്ള വേറെ കാര്യം കൂടെ ഉണ്ട്. ഈ നമ്മുടെ ഷോൺ ജോർജ് ഈ കേസ് ഇപ്പം ഇലക്ഷന് മുമ്പാണ് എടുത്തിരുന്നെങ്കിൽ, 2 മാസം മുമ്പാണ് എടുത്തിരുന്നെങ്കിൽ ഷോൺ ജോർജ് അവിടുന്ന് MLA ആയിരുന്നു. മാനസികാപ്പം വീട്ടിലിരുന്നേനെ. കാരണം 2000 വോട്ടിനല്ലേ അദ്ദേഹം ജയിച്ചിട്ടുള്ളൂ പ്രാവശ്യം. വലിയ ആ വോട്ടൊക്കെ മാറും. മൊത്തം ട്രസ്റ്റ് കിട്ടുമല്ലോ. അല്ല, കേരളത്തിൽ തന്നെ BJPക്ക് ഒരു 10-15 സീറ്റ് കിട്ടുമായിരുന്നു. ആ അവസരം നഷ്ടപ്പെടുത്തി. അത് കൃത്യമായി ഇന്നലെ വരെയുള്ള നറേഷൻ എന്തായിരുന്നു? CPM BJPയുടെ ഇവിടുത്തെ അത് കോൺഗ്രസ് മുക്ത ഭാരതം, അതുകൊണ്ട് പിണറായി വിജയൻ വേണമെന്നായിരുന്നു. തോറ്റു തൊപ്പിയിട്ടപ്പം പിണറായി വിജയനെ എടുത്ത് വലിച്ചെറിഞ്ഞവർക്ക് ഇനി ആവശ്യമില്ല. ഇനി പിണറായി വിജയനെ പിണറായി വിജയന്റെ കയ്യിലുള്ള കാശ് മുഴുവൻ അവിടെ എത്തുന്നിടം വരെ പിണറായി വിജയനെ വേണം അവർക്ക്. അല്ല, ഇനിയുള്ള എന്താണ് ഒരു പ്ലാൻ? കൃത്യമായി പിണറായി വിജയനെ ഇനി ആവശ്യമില്ല. മാത്രമല്ല, പിണറായി വിജയനുള്ള കേസുകൾ ഇവർക്കെതിരെയുള്ള എല്ലാ കേസുകളും എടുക്കുക. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ CPM പ്രവർത്തകർ സത്യാവസ്ഥ മനസ്സിലാക്കുകയും അവിടുന്ന് BJPയിലേക്ക് ഒഴുകും എന്നുള്ള ഒരു നറേഷനാണ് അവർക്കുള്ള ഒരു സങ്കല്പം. അതാണ് അവരൊരു പ്ലാൻ. ഇപ്പൊ BJPയുടെ അത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ കൃത്യമായി പ്രവർത്തിക്കുമായിരുന്നു. അതായത് പിണറായി വിജയനെതിരെ കേസ് വന്ന ഉടൻ തന്നെ ഇത്തരം കേസുകൾ കൃത്യമായി എടുത്ത് നടപടി. 2020 നമുക്കറിയാം, ഈ സ്വർണ്ണക്കളക്കടത്ത്, നയതന്ത്ര പാക്കേജ് സ്വർണ്ണക്കളക്കടത്ത് കേസ് വന്നപ്പോൾ തന്നെ പിണറായി വിജയനെ പിടിച്ച് ആത്താക്കിയിരുന്നെങ്കിൽ അന്നെങ്കിലും 10-30 സീറ്റ് BJP നേടുമായിരുന്നു. അതിന് ശേഷമുള്ള ഈ ഇലക്ഷന് ചിലപ്പോൾ ഭരണത്തിൽ എത്താനും സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷെ അത് നഷ്ടപ്പെടുത്തിയ ആരാ? കേന്ദ്രം, ഇവിടുത്തെ BJP, അവിടുത്തെ BJP നേതാക്കന്മാർ തന്നെയാണ്. എന്തായാലും ഇപ്പോഴെങ്കിലും വൈകി വന്ന ബോധോദയം എന്ന് വേണമെങ്കിൽ ഇപ്പൊ പറയാൻ പറ്റും. ഇതിൽ കൃത്യമായി സ്റ്റിക്ക് ഓൺ ചെയ്ത ഷോൺ ജോർജ് ചെയ്തതിന്റെ ഒരു 10-1 കേന്ദ്ര നേതൃത്വം, അതിലെ കേരളത്തിലെ BJP നേതൃത്വം ചെയ്തിരുന്നെങ്കിൽ BJPക്ക് ഒരു 10-30 സീറ്റ് ഇത്തവണ ഉണ്ടാകുമായിരുന്നു. കാരണം CPM ജയിക്കുന്ന സ്ഥലത്തൊക്കെ BJP ജയിക്കുമായിരുന്നു. ബംഗാളിലെ പോലെ തന്നെ വന്നു. അവർക്ക് അതിനുള്ള സാധ്യത ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ VD സതീശന്റെ നെഞ്ചത്ത് വെച്ച് ചവിട്ടി മരിച്ചിട്ട് ഈ ഇന്നലത്തെ റെയ്ഡിനെ ന്യായീകരിക്കാനുള്ള ശ്രമമാണ്. ഇതൊക്കെ VD സതീശനാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് പറഞ്ഞ് വെറും പരിഹാസത്തിലാണെങ്കിൽ സതീശന്റെ ക്രെഡിറ്റ് അത്. ഞാനും എന്നോട് ചോദിച്ചാൽ മതി, സതീശൻ ചെയ്ത് നല്ല കാര്യം എന്ന് പറയും. അതിന് പിണറായി വിജയനെ രക്ഷിക്കാന്നുള്ള സതീശന്റെ ബാധ്യതയല്ല. എന്തായാലും CPMന്റെ അവസാനത്തെ അടവും തകരുകയാണ്. വീണ വിജയനെ രക്ഷപ്പെടുത്താൻ പറ്റാത്തത്ര തെളിവുകളാണ് ഇന്നലെ കിട്ടിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ ഫോണിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ്. കാരണം അവരായിട്ടുള്ള പിണറായി വിജയന്റെ ഇടപാടുകൾ, ലോകത്തുള്ള സകലത്തുള്ള ഇടപാടുകളുടെയും വ്യക്തമായ വിവരങ്ങൾ ആ മൊബൈലിലുണ്ട്, അതിൻ്റെ ക്ലൗഡിലുണ്ട്, എല്ലാ കാര്യങ്ങളിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് കിട്ടിയ വിവരപ്രകാരം ഇന്നലെ പിടിച്ച ഡിജിറ്റൽ രേഖകളിൽ നിന്ന് തന്നെ വീണ വിജയൻ ശക്തമായി കുടുങ്ങിക്കഴിഞ്ഞു. കേരളത്തിൽ മൊഴികളിൽ നിർവഹിച്ചിട്ടുണ്ടോ? എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.